കുറേ സ്ഥലത്ത് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എവിടെയുള്ളത് ഇപ്പം നിലവിലുള്ളത്? എന്താണ് ഫലസ്തീനിലുണ്ട്. ഞങ്ങള് ഫലസ്തീനിൽ വരി നിൽക്കുകയാണ്. നമുക്ക് ഭക്ഷണം വരിക്കണ ആവശ്യം വന്നിട്ടുണ്ടോ? ഒന്ന് നിൽക്കണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ പൂമരത്തണലിൽ അതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതിനു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡുകൾ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഒരുപാട് മര്യാദകൾ, പല രംഗത്തും നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട ചില പുതിയ വിഷയങ്ങൾ, പുതിയ മര്യാദകൾ പഠിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ കൂടെ ഈ ഒരു പൂമത്ത് 2 കൂട്ടുകാരുണ്ട്. ഇതിന് മുമ്പ് 2 കൂട്ടുകാരികൾ നമ്മൾ കൂട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഇൻഷാ അല്ലാഹ് എന്തായാലും എൻ്റെ കൂടെ ഉള്ളത് ഒന്ന് പേര് പറഞ്ഞോ. മിസ്ഹബ്. മിസ്ഹബ് മാത്രമേ ഉള്ളൂ? മിസ്ഹബ് സുഹബാൻ അല്ലേ? ഇവിടെ എന്താ പേര്? അമൻ സ്വാലിഹ്. ഓക്കെ, അപ്പോൾ കേട്ടല്ലോ പേര്. നല്ല 2 കൂട്ടുകാരാണ്. മിസ്ഹബ് സുഹബാനുണ്ട്, അമൻ സ്വാലിഹും എൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾ റെഡിയല്ലേ? ഷാറല്ലേ? എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കണത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്താണെന്നറിയോ? ഭക്ഷണം. അയ്യോ, ഭക്ഷണം കഴിച്ചില്ല? രാവിലെ കഴിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്താ അത്, മര്യാദകൾ അല്ലേ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആദ്യം പഠിക്കേണ്ടത് മര്യാദകളാണ് അല്ലേ? ആ മര്യാദകൾ ആദ്യം പഠിക്കണം, എന്നിട്ടാണ് ആ കാര്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളിന്ന് ബസ്സിലല്ലേ പോകുന്നത് അല്ലേ? ബസ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ കുറേ ശ്രദ്ധിച്ച കാര്യം എന്തൊക്കെയാണ്? എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്? നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുമോ? കളിക്കാൻ പറ്റുമോ? അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അല്ലേ? ആ സീറ്റിൽ നിന്ന് മറ്റേ സീറ്റിക്ക് മറിഞ്ഞു വീണ് അങ്ങനെ പറ്റുമോ? പറ്റൂല. കാരണം എന്താണ്? അത് ബസ്സാണ്. അതിലാണ് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് ഇല്ലേ? പിന്നെ അതിലെന്ത് ചെയ്യും? നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മുതിർന്ന ആൾ കയറി വന്നാലോ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് എണീറ്റ് കൊടുക്കണം അല്ലേ? ഇപ്പം ഇന്ന് അമൻസോലി അല്ലേ ഇരിക്കുന്ന സമയത്ത് മുതിർന്ന ആൾ വന്ന് അപ്പം എന്ത് ചെയ്ത്? എണീറ്റ് കൊടുത്ത് അല്ലേ? ഞാനും ചെയ്ത്. ഒരു സീറ്റ് കാലിയായപ്പോൾ ഞാൻ ഇരുന്നില്ല. എൻ്റെ ബാക്കിൽ ആരുണ്ടായിരുന്നു? ഒരു മുതിർന്ന ആളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ബസ്സിൽ പാലിക്കേണ്ട പക്ഷെ നമ്മൾ പഠിക്കാൻ പോകണം എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് സാധാരണ ഭക്ഷണം കഴിക്കലില്ലേ? നമ്മളൊക്കെ മദ്രസയിൽ പഠിച്ച കുട്ടികളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും എന്നോട് പറഞ്ഞു തരണം. എന്താണ്, എങ്ങനെ, എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്? എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കേണ്ടത്? നല്ല ഭക്ഷണം. എന്താണ്? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറയുമ്പം മോശപ്പെട്ട ഭക്ഷണം എന്താ ഉള്ളത്? ലേസ്, മുട്ടായികൾ, അങ്ങനത്തെ കുറേ കളർ മിഠായികൾ, ലേസുകൾ, പാക്കറ്റുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് കഴിച്ചാൽ പ്രശ്നം വരിക? കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരും, അസുഖങ്ങൾ വരും, ക്യാൻസർ പോലെ അസുഖങ്ങളൊക്കെ വരും അല്ലേ? അപ്പം നമ്മൾ ഒരിക്കലും അത് കഴിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? അതിന് മുമ്പുണ്ടോ? കൈ കഴുകണം. പിന്നെന്താ ഉള്ളത്? ബിസ്മി ചൊല്ലണം അല്ലേ? കൈ കഴുകണം, ബിസ്മി ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? നമ്മളെ തിരക്കിട്ട് വന്നാലും ശരി, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൈ വൃത്തിയായിട്ട് നമ്മൾ കഴുകണം. പിന്നെ ബിസ്മി ചൊല്ലി കഴിക്കണം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം, ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് നല്ല അടിപൊളി ബിരിയാണി വന്ന്, നല്ല മന്തിയോ ബ്രോസ്റ്റോ അല്ലേ എന്തെങ്കിലും വന്ന് നമുക്ക് ആ ഭക്ഷണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം?
ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നമ്മൾ ബിസ്മില്ല നമുക്കറിയാം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ നമുക്കറിയാം. അതിന് പുറമെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി ഒന്ന് ഉറക്കെ പറഞ്ഞ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി. വെരി ഗുഡ്. എന്താന്ന് പറഞ്ഞ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു. വ അത്ഇംനാ ഖൈറൻ മിൻഹു. വ അത്ഇംനാ ഖൈറൻ മിൻഹു. ഇതെപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഭക്ഷണം കിട്ടി കഴിഞ്ഞാൽ. ഭക്ഷണം നമുക്ക് കിട്ടി ഭക്ഷണം ലഭിച്ചാൽ നമ്മൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വ അത്ഇംനാ ഖൈറൻ മിൻഹു എന്താണ്? മനസ്സിലായല്ലോ. ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഈ ബിസ്മി എല്ലാം മറന്നാലോ? ബിസ്മില്ലാഹി അവലഹു ബിസ്മില്ലാഹി അവലഹു വാഹിർ. എല്ലാവർക്കും ആണ് പ്രാർത്ഥന ഉള്ളത് അല്ലേ? ഭക്ഷണം ബിസ്മി എല്ലാം മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ കഴിക്കണം. ഇനി നമ്മളെന്താ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ? ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട വലത് കൈകൊണ്ട് നമ്മൾ കഴിക്കണം. ഭക്ഷണം അടുത്ത് അല്ലേ? നമ്മൾ അടുത്തേക്ക് വെച്ച് അല്ലെങ്കിൽ സംഭവിക്കുക എന്താ? ഭക്ഷണം വേസ്റ്റായി പോകും. താഴോട്ട് ഭക്ഷണം വീണ് പോകില്ല. അപ്പോൾ ഭക്ഷണ പാത്രം എന്ത് ചെയ്യണം? അടുത്തേക്ക് വെച്ച് കഴിക്കണം. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പം എന്താണ് ശ്രദ്ധിക്കേണ്ട വിഷയം? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. എന്താണ്? ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം അല്ലേ? എല്ലാവരും ഉമ്മയും ഉപ്പയും അല്ലേ, അനിയത്തിയും ഇക്കാക്കയും ഇത്താത്തയും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. അമ്മൻസോലിന്റെ വീട്ടിലെ ഭക്ഷണം കഴിക്കലുണ്ടോ? എല്ലാവരും ഒപ്പ കഴിക്കല്, ഒരുമിച്ച കഴിക്കല്? മിസ്സബിന്റെ വീട്ടിലോ? ഒരുമിച്ചാണ് അല്ലേ? അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കണ്ടില്ലേ, ഇവരെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അത് നമ്മുടെ വീട്ടിലൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം. ചില വീട്ടിലൊക്കെ ഉണ്ടാവൂലേ, ഒരു കുട്ടി ഒരു മൂലൊക്കെ വന്ന് കഴിക്കും, ഉമ്മ അടുക്കളയിൽ പോയി കഴിക്കും അല്ലേ, ഉപ്പ പിന്നെ വന്നിട്ട് കഴിക്കും. എന്നാൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നതാണ് ഇതിൽ പാലിക്കേണ്ട മര്യാദകളാണ്. മനസ്സിലായല്ലോ? ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കി. നമ്മൾ ബിസ്മി ചൊല്ലണം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നേരത്തെ പറഞ്ഞ വലത് കൈ കൊണ്ട് തിന്നണം. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താണ് പ്രശ്നം? പിശാചിന്റെ സ്വഭാവം. വെരി ഗുഡ്. എന്താണ്? പിശാചിന്റെ സ്വഭാവം. പിശാചാണ് എന്ത് ചെയ്യല്? ഇടത് കൈ കൊണ്ട് തിന്നല്. നിങ്ങൾക്ക് പിശാചിനെ ഇഷ്ടമാണോ? അല്ല. അപ്പം നമുക്ക് പിശാചിന്റെ സ്വഭാവം നമ്മൾ കാണിച്ചാൽ, അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും? പിശാച് എന്താവും? പിശാചിന്റെ സഹോദരനാവും. പിശാചിന്റെ സഹോദരനാവും. നമ്മൾ പിശാചിന് ചങ്ങാതിയാവും, പിശാചിന്റെ ഫ്രണ്ടാവും നമ്മൾ അല്ലേ? അത് പറ്റുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കൂട്ടുകാരാരാണ്? നല്ല മനുഷ്യന്മാർ അല്ലേ, നല്ല കുട്ടികൾ അല്ലേ, നമ്മുടെ പീസ് റേഡിയോ കേൾക്കുന്ന, തേൻമൊഴി കേൾക്കുന്ന അല്ലേ, നല്ല കുട്ടികളാണ്. അപ്പം ഇടത് കൈ കൊണ്ട് പറഞ്ഞ ഭക്ഷണം കഴിച്ചെന്ത് ചെയ്യും? അവന് പിശാചിൻ്റെ കൂട്ടുകാരാണ്. ഫഇന്ന ശൈത്വാന യഅ്കുലു ബിഷിമാലിഹി വയശ്റബു ബിഷിമാലിഹി. ഷിമാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിമാൽ ഏത് കൈയാ? ഷിമാൽ ഏതാണ്? ഇടത് കൈ. അതെന്താണ്? ഫഇന്ന ശൈത്വാന യഅ്കുലു ബി ഷിമാലിഹി. പിശാചാണ് ഇടത് കൈ കൊണ്ട് തിന്നുന്നതും എന്താണ്? വയശ്രിബു ബിഷിമാലിഹി, കുടിക്കുന്നതും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെച്ചാൽ നമ്മൾ ചില കുട്ടികൾ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? വലത് കൊണ്ട് കഴിക്കും. പക്ഷെ വേറെ പ്രശ്നം എന്താണ്? കുടിക്കുമ്പോൾ എന്ത് ചെയ്യും? കുടിക്കുമ്പോൾ ഇത് ഉപയോഗിക്കും, ഇടത് ഉപയോഗിക്കും. പറ്റുമോ? അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് ഉപയോഗിക്കും, കുടിക്കുമ്പോൾ അത് ശരിയാണോ? ശരിയല്ല. കാരണം എന്താണ്? പിശാച് തിന്നുന്നതും കുടിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യരുത്? പിശാചിൻ്റെ കൂട്ടുകാരാകരുത്. പിശാചിൻ്റെ കൂട്ടുകാരായാൽ പിശാചിന് നമ്മുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. നമ്മളെ വഴിതെറ്റിക്കാനും തെറ്റ് ചെയ്യിപ്പിക്കാനും നിസ്കരിക്കാതിരിപ്പിക്കാനും ഖുർആൻ ഓതാൻ തോന്നിപ്പിക്കാതിരിക്കാനൊക്കെ ആര് കൂടെ ഉണ്ടാവും? പിശാച് കൂടെ ഉണ്ടാവും. മനസ്സിലായല്ലോ? അപ്പം ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, ഇടത് കൈ കൊണ്ട് തിന്നരുത്. ഇത് ഉപയോഗിക്കണം റൈറ്റ് ഹാൻഡ്. അതാണ് വലത് കൈ നമ്മൾ ഉപയോഗിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പാത്രത്തിലേക്ക് അടുത്തിരിക്കണം. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണ്? അതാ പറയാം. അതായത് കൈ കൊണ്ട് കഴിക്കണം.
കൈ കൊണ്ട് എങ്ങനെ കഴിക്കണം? കൈ കൊണ്ട് എങ്ങനെ? എന്താണ്? നടുവിലാവാതെ ആ നടുവിലാകാതെ ഒന്നായിട്ട് ഭക്ഷണം അങ്ങനെ JCB മാന്തുന്ന പോലെ മാന്താൻ പറ്റുമോ? JCB പോലെ എങ്ങനെയാണ്? JCB ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വാരി കൊട്ടയിൽ ഫുള്ള് എന്തുണ്ടാവും? മണ്ണുണ്ടാവും. കണ്ടിട്ടില്ലേ? അങ്ങനെ പറ്റുമോ? ഇല്ല. ഭക്ഷണം വിരലുകൾ കൊണ്ടാണ്. വിരൽ കൊണ്ട് നമ്മളിങ്ങനെ ശരിക്ക് കഴിക്കണം. ഒന്നായിട്ട് കൈ ഫുള്ള് ചോറും കറിയും ആകാൻ പാടില്ല. നിങ്ങൾ കഴിക്കലുണ്ട് അങ്ങനെ? ഉണ്ടോ? ഇല്ല. വളരെ നല്ല രൂപത്തിൽ ഭക്ഷണമൊന്നും വളരെ നല്ല രൂപത്തിൽ ഒന്നായിട്ട് കൈയിൻ്റെ ഉള്ളിൽ ഫുള്ള് ഭക്ഷണമാകാതെ കഴിക്കണോണ്ട് നമ്മൾ കഴിക്കണം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നിലത്ത് കളയാതെ കഴിക്കണം. നിലത്ത് കളയാതെ കഴിക്കണം. കാരണം എന്താ അറിയോ? ഭക്ഷണം വേസ്റ്റാക്കെന്ന് പറഞ്ഞാൽ കുറേ സ്ഥലത്ത് ഭക്ഷണം കിട്ടാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? എവിടെയുള്ളത് ഇപ്പം നിലവിലുള്ളത്? എന്താണ്? ഫലസ്തീനിലുണ്ട്. നിങ്ങൾ ഫലസ്തീനിൽ വരി നിൽക്കുകയാണ്. നമുക്ക് ഭക്ഷണം വരിക്കണ ആവശ്യം വന്നിട്ടുണ്ടോ? നിൽക്കണോ? എവിടെയെങ്കിലും പോയിട്ട് വരി നിൽക്കാണ്ട് ഇങ്ങനെ വീട്ടിൽ ഭക്ഷണമല്ല, വിശക്കുന്നുണ്ട്, വിശന്ന് നമ്മൾ എല്ലൊക്കെ പുറത്തേക്ക് കാണുന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഫലസ്തീനിലെ അവസ്ഥ എന്താണ്? ഭക്ഷണം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ മരിച്ചു. നമ്മൾ തിന്നിട്ടാണ് മരിച്ചത് അല്ലേ? നമ്മൾ കുറേ തിന്നിട്ടാണ് മരിച്ചിട്ടുണ്ട്. ഭക്ഷണം കുറേ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്? കൊളസ്ട്രോളും ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാണ്? അല്ലേ? ബ്ലോക്ക് വന്ന് അറ്റാക്ക് വന്നൊക്കെ മരിക്കുക ആൾക്കാർ. പക്ഷേ ഫലസ്തീനെ കുട്ടികളോ ഭക്ഷണം കിട്ടാതെയാണ് മരിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കുമ്പം അല്ലേ, ഇത് കിട്ടാത്ത ആൾക്കാർ കുറേ ഉണ്ട്. വലിയ തെറ്റാണത് അല്ലേ? ഭക്ഷണം നിലത്ത് കളയാൻ പറ്റൂല അല്ലേ? ഭക്ഷണത്തിന് വിശന്ന് കുട്ടികൾ കരയാണ് അല്ലേ? ഭക്ഷണത്തിൻ്റെ വാഹനം വരും, അതിലേക്ക് എന്ത് ചെയ്യാം? വരുന്ന കൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പാത്രം നീട്ടുകയാണ് അല്ലേ? ഇതൊക്കെ അവർക്ക് വലിയ പ്രയാസമല്ലേ? അപ്പോൾ അല്ലാഹു ആ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് എല്ലാവിധ സഹായവും നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴും പ്രാർത്ഥിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഭക്ഷണം നിലത്ത് കളയാതെ നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു വിഷയമാണ്, നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? വെള്ളം എന്ത് ചെയ്യും? ഒന്നിച്ച് കുടിക്കും അല്ലേ? ഈ മൃഗങ്ങളെ കുടിക്കണല്ലേ? പോത്ത് എരുമയൊക്കെ വെള്ളം കുടിക്കൽ എങ്ങനെയാണ്? അവരൊക്കെ ഒരുങ്ങി നിങ്ങാണ്ട് ബിസ്മില്ലാഹി ചൊല്ലി കുടിക്കൽ അല്ല, അവർ പാത്രത്തിലേക്ക് തലയിട്ട് വലിച്ചിങ്ങനെ കുടിക്കുന്നു പറ്റില്ലേ? കുടിക്കാൻ പറ്റുമോ? എങ്ങനെ കുടിക്കേണ്ടത്? കൈകൊണ്ട് മുറുക്കായിട്ടല്ലേ? പതുക്കെ കുടിച്ചു കൊടുക്കണം. അല്ല എന്ത് ഒറ്റയടിക്ക് വലിച്ചു കുടിക്കാൻ പാടില്ല. സുല പറഞ്ഞാണോ എന്ത്? നിങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കരുത്. കാരണം നമ്മൾ സാവകാശം ഓരോ മുറുക്കാട് കുടിക്കുമ്പോൾ നമുക്ക് ഒരു ദാഹത്തിന് ശമനം ഉണ്ടാവുള്ളൂ, ആസ്വദിച്ച് കുടിക്കാൻ പറ്റുള്ളൂ. നല്ല നമുക്ക് ദാഹിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്ത് നമ്മൾ വളരെ സ്ലോ ആയിട്ട് കുറച്ച് കുടിക്കുക. ഒന്നിച്ചിങ്ങനെ വലിച്ചു കുടിക്കണ അവസ്ഥ പാടില്ല. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കുടിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് കുടിക്കാൻ എളുപ്പമുണ്ടാവുള്ളൂ അല്ലേ? നമുക്ക് അവകാശം വെള്ളം കുടിച്ച് ഇറക്കി വിടാനൊക്കെ എളുപ്പം എന്താണ്? ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പം എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കേണ്ട വിഷയം, ഭക്ഷണം ചൂടുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് ഊതി കുടിക്കും. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞ അങ്ങനെ നിങ്ങൾ ഊതി കുടിക്കാൻ പാടില്ല. നമ്മൾ ആറ്റി കുടിക്കുക അല്ലേ? അല്ലെ ചോറാണെങ്കിൽ കയ്യിലെടുത്ത് ഇറക്കി ഇങ്ങനെ എന്ത് ചെയ്യുക? കുടിക്കുക. പാത്രത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ഊതി കുടിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, നമ്മൾ വിശന്നിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് കണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട് അല്ലേ? ആ സമയത്ത് നിസ്കരിച്ചിട്ടുമില്ല, അസറച്ചിട്ടുണ്ടാവില്ല സ്കൂളിൽ വരുമ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുകയാണോ വേണ്ടത്? അതല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടത്? എന്താ വേണ്ടത്? നിസ്കരിക്കാൻ വേണ്ടത്? ഉറപ്പാണോ? അതായത് നമുക്ക് വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്, എന്താണ് ഭക്ഷണം മുമ്പ് റെഡിയാണ്, നമ്മൾ നിസ്കരിച്ചിട്ടുമില്ല. ഇവിടെ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിസ്കാരമാണോ ഭക്ഷണം ചെയ്യേണ്ടത്? നിസ്കാരമാണോ? അങ്ങനെ പറ്റുമോ? ആദ്യം ചെയ്യണോ? നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടില്ല, അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണം കഴിക്കണം വേണ്ടത്. കാരണം
ഭക്ഷണം കഴിക്കാതെ നമസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമസ്കാര ശ്രദ്ധ എവിടെയായിരിക്കും? ശ്രദ്ധ എവിടെയായിരിക്കും? ഭക്ഷണത്തിലായിരിക്കും. ഇല്ലേ? നമ്മൾ സ്കൂളിൽ വരും വീട്ടിൽ പോകുമ്പോൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസം ഇഷ്ടമാണ് പായസം. അപ്പോൾ ആ സമയത്ത് നമുക്ക് പായസം ഇഷ്ടമാണ്, നമുക്കിങ്ങനെ വിശന്ന് വരികയാണ്. ആ സമയത്ത് നമ്മൾ അവിടെ കണ്ട് പായസം അടുക്കള റെഡിയാണ്, നമ്മൾ നിസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ആ പായസത്തിന് എന്താ ഉണ്ടാവുക? ആ പായസത്തിലേക്ക് ശ്രദ്ധ ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം പോയിട്ട് വിശപ്പടക്കണം, പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നിസ്കരിക്കണം. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ശരി, ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഇദാ വുളിഅൽ അശാഉ. അശാ ഇഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷാ നിസ്കാരം, രാത്രി എന്താ പറയുക? ഇഷാ. എന്നാൽ അഷാ എന്ന് പറഞ്ഞാൽ ഈ എന്നല്ല, എന്താണ്? അഷാ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണമാണ്. ഇഷാവും അഷാവും. റസൂലുള്ളാഹി പറഞ്ഞ് നിങ്ങൾക്ക് ഇഷാവും അഷാവും ഒന്നിച്ചു വന്ന് നിങ്ങൾ ഇഷാ നിസ്കരിച്ചിട്ടില്ല, എന്ത് റെഡിയാണ്? അഷാ റെഡിയാണ്, അതായത് ഭക്ഷണം റെഡിയാണ്, നിങ്ങൾക്ക് വിശപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് തുടങ്ങണം? അഷാവ് കൊണ്ട് തുടങ്ങണം എന്നാണ്. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അഷാ എന്താണ് പറഞ്ഞത്? രാത്രി ഭക്ഷണം. അപ്പം ആദ്യം രാത്രി ഭക്ഷണം കഴിക്കുക, പിന്നെ എന്ത് നിസ്കരിക്കുക? ഇഷാ നിസ്കരിക്കുക. ഹദീസിൽ വന്നാണ് അങ്ങനെ. അഷാവും ഇഷാവും ഒരുമിച്ച് വന്നാൽ നിങ്ങൾക്ക് വിശപ്പുണ്ട്, ഭക്ഷണം റെഡിയാണ്, ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അഷാവ് തീർക്കണം, അതായത് വിശപ്പ് തീർക്കണം, പിന്നെ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് വിശപ്പൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, പള്ളിയിൽ നിസ്കാരം ആരംഭിക്കാനായിക്കണ്. അപ്പം നമ്മൾ ചെയ്യണം എന്താണ്? നേരെ പോയിട്ട് നിസ്കരിക്കണം, നേരെ പോയിട്ട് നിസ്കരിക്കണം. അല്ല എപ്പോഴും അങ്ങനെ അല്ല, നമുക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയമാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ചില വീട്ടിൽ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം അമിതമായിട്ട് വലിച്ചു വാരിങ്ങാണ്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ആവശ്യത്തിന് കഴിക്കുക. ഒന്നാമത് വലിച്ചു വാരി കഴിച്ചാൽ വയറിന് പ്രയാസങ്ങളുണ്ടാകും അല്ലേ? അപ്പം അമിതമായി കഴിക്കാതെ ഭക്ഷണം കഴിക്കണം എന്നാണ് കേട്ടോ. റസൂലുള്ളാഹി പറഞ്ഞ ഒരു സംഭവം എന്താ അറിയോ? പിന്നെ ഒരു വിശ്വാസി പിന്നെ ഒരു ആമാശയം കൊണ്ട് ഭക്ഷണം കഴിക്കും. എന്നാൽ ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ, ഒരു സത്യനിഷേധി എന്ത് ചെയ്യും? 7 ആമാശയം കൊണ്ട് കഴിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അവിശ്വാസിയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സത്യനിഷേധി ഭക്ഷണം ധാരാളം കഴിക്കും അർത്ഥം. നമുക്ക് എത്ര ആമാശയമുണ്ട്? 1. ആ 1ലേക്ക് എന്ത് ചെയ്യുള്ളൂ? അവൻ കഴിക്കുള്ളൂ. പക്ഷെ ഒരു സത്യനിഷേധി എന്ത് ചെയ്യും? 7 ആമാശയത്തിൽ കഴിക്കുന്ന പറഞ്ഞാൽ അവൻ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നു. കണ്ടോ? ഒരു വിശ്വാസിയും ഒരു സത്യനിഷേധിയും മാറ്റണത്. അപ്പോൾ ഒരു ഇതൊക്കെ പഠിച്ച ഒരാളെന്ത് ചെയ്യും? എങ്ങനെ ഭക്ഷണം കഴിക്കുക? ആവശ്യത്തിന് ഭക്ഷണം. അല്ലാത്തവൾ എന്ത് ചെയ്യും? ഒന്നാമറ്റ് വലിച്ചു വാരി ധാരാളം ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മളിപ്പം മനസ്സിലാക്കി. ഭക്ഷണ മര്യാദകൾ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യം മനസ്സിലാക്കിയില്ലേ? ഒരു കാര്യം മാത്രമല്ല, വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം ലഭിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥന, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബിസ്മി ചൊല്ലുക, വലതുകൊണ്ട് കഴിക്കുക, അടുത്തിരുന്ന് കഴിക്കുക, നിലത്ത് കളയാതെ കഴിക്കണം, ഇതൊക്കെ പഠിച്ചില്ലേ? പിന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഇല്ലേ? ഒന്നിച്ചിരുന്ന് വേറെന്തൊക്കെയാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. തമാശകൾ പാടില്ലാണ് പറയാത്തല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ വെറുതെ അനാവശ്യം സംസാരിക്കുക, ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ അങ്ങനെ ഭക്ഷണം കഴിക്കുക ഒരിക്കലും ഇത് പാടില്ല. ഭക്ഷണം പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അല്ലേ? ഭക്ഷണം വലിയ അനുഗ്രഹമാണ്. അപ്പം അത് നമ്മൾ നല്ല രൂപത്തിൽ എന്ത് ചെയ്യണം? അവിടെ തമാശയും കളിയൊന്നും ഉണ്ടാകാൻ പാടില്ല. അവസാനമായി പറയുന്നത് എന്താ? നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ്? അൽഹംദുലില്ലാ എന്ന് മാത്രം ഉണ്ടോ? അതിന് ബാക്കിയുണ്ടോ? അല്ല, അൽഹംദുലില്ലാ അത് ബിസ്മില്ലാഹി വൽ വയറു. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. അൽഹംദുലില്ലാഹില്ലദീ പറയ് അത്അമനി ഹാദാ വറസഖനിഹി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. ഇതാണ് അവസാനത്തെ ഒരു മര്യാദയാണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പാലിക്കേണ്ട മര്യാദ. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ പറയുക? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പം
നമ്മൾ കൈ കഴുകാൻ പോകൂലേ? ആ. ആ കൈ കഴുകാൻ പോകുന്ന സമയത്ത് നമ്മളെ കയ്യിൽ എന്തുണ്ടാകാൻ പറ്റൂല? ചോറുണ്ടാവാൻ ആ ചോറുണ്ടാകാൻ പാടില്ല. എന്ത് ചെയ്യുക പിന്നെ അത്? ഊമ്പ. അത് ശരിക്കും നമ്മൾ വായിലിട്ട് നക്കി വൃത്തിയാക്കണം. അല്ലാതെ നമ്മൾ വാഷ് ബേസിനിൽ പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യരുത്? ഈ ഭക്ഷണം പറ്റൊന്നും ചോറൊന്നും അവിടെ കളയാൻ പാടില്ല. മനസ്സിലായല്ലോ? നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കൈ നന്നായി നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം എന്ത് ചെയ്യണേ? പോയി കൈ കഴുകാൻ പോകാൻ. ചിലപ്പോൾ എന്ത് ചെയ്യും? ഭക്ഷണ പാത്രത്തിൽ കുറേ ബാക്കി ഉണ്ടാവും, നിലത്ത് കുറേ ബാക്കി ഉണ്ടാവും. അങ്ങനെ പറ്റുമോ? ഇല്ല. ഭക്ഷണം ശരിക്കും വടിച്ച് വൃത്തിയായിട്ട് കഴിക്കുക. നമ്മളെ കൈകളും എന്ത് ചെയ്യണം? വിരലുകളൊക്കെ നക്കി തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെയാണ് നമ്മൾ കൈ കഴുകാൻ പോകേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട എപ്പോഴാണ്? വലുതായിട്ടാണോ? ഈ സമയം ചെറിയ പ്രായത്തിൽ നമ്മൾ പഠിക്കണം. ചെറിയ പ്രായത്തിൽ ശീലമാക്കിയാലേ എന്തുണ്ടാവുള്ളൂ? വലിയ പ്രായത്തിൽ അത് ശീലമായിട്ട് വരുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ കുട്ടികൾ വലുതാകട്ടെ കാത്തിക്കരുത്. നിങ്ങൾക്ക് ഈ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് നമുക്കെന്നാ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടിച്ചേരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.